Judges please now order number 3 Naseem on the stage. അടുത്ത വിദ്യാർത്ഥി സാദിഖ് തയ്യാറായിരിക്കുക. സാദിഖ് തയ്യാറായിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം ഈ കൊച്ചു പ്രസംഗത്തിൽ വിശദീകരിച്ച് തരാൻ എനിക്ക് കഴിയില്ലല്ലോ. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഞാൻ പങ്കുവെക്കാം. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും നിങ്ങൾ സത്യം മാത്രം പറയുക, ഒരിക്കലും കള്ളം പറയരുത്. ഇത് ഒരിക്കൽ ഒരു ആറാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയാണ്, മുത്തുനബിയെ, എനിക്ക് എല്ലാ തെറ്റിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ മാറി നിൽക്കാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും കള്ളം പറയരുത്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. ഇത് കേട്ട ആറാബിക്ക് സന്തോഷമായി. കള്ളം മാത്രം പറയാതിരുന്നാൽ മതിയല്ലോ, ബാക്കി തെറ്റുകളെല്ലാം ചെയ്യാലോ. അടുത്ത ദിവസം ആറാബി ഒരു വീട്ടിലേക്ക് മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ പോവുകയായിരുന്നു. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോഷ്ടിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മോഷണത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വരികയും നല്ലൊരു മനുഷ്യനെ ജീവിക്കുകയും ചെയ്തു. നാം എല്ലാവരും പ്രവാചകചര്യ പിൻപറ്റിയാണ് ജീവിക്കേണ്ടത്. ഇത്രയും പറഞ്ഞ